നന്ദി ശ്രീ ജയശങ്കർ പ്രതികരിച്ചതിന്. നമുക്ക് പ്രശാന്ത് കൃഷ്ണയിലേക്ക് കൂടി പോവാം. പ്രശാന്ത്, ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതായത് നിലവിൽ രാജിവെച്ച 2 മന്ത്രിമാരുടെ വകുപ്പുകളാണ് ഇവർക്ക് എന്നുള്ള കാര്യമാണ് സൂചിപ്പിച്ചത്. പക്ഷേ പ്രശാന്ത്, അവിടെ ചായ സൽക്കാരം നടന്നോ? ചായ സൽക്കാരത്തിൽ എല്ലാവരും പങ്കെടുത്തിരുന്നു? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പ്രശാന്ത്. അക്ഷയ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ വേദിയിൽ മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം കണ്ടിട്ടും മിണ്ടാതെ അവർ പരസ്പരം അവരുടെ അനിഷ്ടങ്ങൾ പ്രകടിപ്പിച്ച് ഈ വേദി വിട്ടതിന് ശേഷം ആയിരുന്നു ചായ സൽക്കാരം നിശ്ചയിച്ചിരുന്നത്. ഗവർണറാണ് രാജ്ഭവനിൽ പുതിയ മന്ത്രിമാർക്ക് ചായ സൽക്കാരം ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ രാജ്ഭവൻ വിട്ടിരിക്കുകയാണ്. അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് മടങ്ങിയിരിക്കുന്നു. അതായത് ഗവർണർ സർക്കാർ പോര്, അവർ തമ്മിലുള്ള ഭിന്നത അത് വളരെ രൂക്ഷമായിരിക്കുന്നു. രാജ്ഭവനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് 7 മിനിറ്റ് മാത്രമാണ് നീണ്ടത്. ഈ 7 മിനിറ്റ് നേരം മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തൊട്ടടുത്തടുത്ത കസേരയിൽ ഇരുന്നിട്ടും പരസ്പരം നോക്കുകയോ മിണ്ടുകയോ ഒന്നും അത്തരത്തിൽ ഒരു സമീപനവും ഉണ്ടായില്ല. ഇരുവരുടെയും ശരീരഭാഷ തന്നെ അകൽച്ച വ്യക്തമാക്കുന്നതായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായ ഉടൻ തന്നെ ഗവർണർ ആദ്യം തന്നെ വേദിയിൽ നിന്നിറങ്ങി. അതിനുശേഷം മുഖ്യമന്ത്രിയും വേദി വിട്ടു. ചായ സൽക്കാരത്തിൽ പങ്കെടുക്കേണ്ടതാണ്. സാധാരണ ഇത്തരം സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു കഴിഞ്ഞാൽ ഗവർണർ ഒരുക്കുന്ന ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും എല്ലാം പങ്കെടുക്കുന്നതാണ് പതിവ്. ഇന്നിപ്പോൾ രാജ്ഭവനിൽ ഗവർണർ ഒരുക്കുന്ന ചായ സൽക്കാരം നടക്കുന്നുണ്ട്. ഗവർണർ ആ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട്. ചില മന്ത്രിമാർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. മന്ത്രി ശശീന്ദ്രൻ അടക്കമുള്ളവർ ഈ ചായ സൽക്കാര വേദിയിലേക്ക് എത്തുന്നു എന്നതാണ് രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിക്കുന്നത്. മാധ്യമങ്ങൾക്ക് ആ വേദിയിലേക്ക് പ്രവേശനമില്ല. മുഖ്യമന്ത്രി പക്ഷേ ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ തന്നെ രാജ്ഭവൻ വിട്ടിരിക്കുന്നു. അതീവ ഗൗരവതരമാണ് സ്ഥിതി. കാരണം സർക്കാർ ഗവർണർ പോര് ബന്ധം വളരെയധികം ഉലഞ്ഞിരിക്കുന്നു. സാധാരണ ഇത്തരം ഈ വേദിയിൽ നിന്ന് ഗവർണർ ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. സാധാരണ ഇറങ്ങിപ്പോകുമ്പോൾ ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് ഗവർണർ ഇറങ്ങിപ്പോവുകയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു പക്ഷേ അതുകൊണ്ടുകൂടി ഒക്കെ ആയിരിക്കും, അതായത് മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. മറ്റേ മന്ത്രിമാർ ഇതേ നിലപാടിൽ തന്നെയാണോ ഉള്ളത്? ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? പക്ഷേ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതുമായി ബന്ധപ്പെട്ട ഔപചാരികമായ നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ. ചായ സൽക്കാരമെല്ലാം നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കുന്നതും രാജ്ഭവൻ സർക്കാർ തലത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് മാത്രമാണ്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ചായ സൽക്കാരം ഉണ്ടാകും, അത്തരം അനൗൺസ്മെന്റുകളോ പ്രഖ്യാപനങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല. ഇവിടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണറുടെ ചായ സൽക്കാരം ഒരു പതിവും കീഴ്വഴക്കവും എല്ലാമാണ്. അത് ഇത്തവണയും സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ ഗവർണർ സർക്കാർ പോര്, അത് മുഖ്യമന്ത്രി ഗവർണർ പോര് വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു അവസരത്തിൽ രാജ്ഭവനിലെ സത്യപ്രതിജ്ഞാ വേദിയിൽ അത് വളരെ പ്രകടമായിരുന്നു. ഇരുവരും മിണ്ടാതെ പരസ്പരം ഒന്ന് മുഖത്തോട് പോലും നോക്കാതെ തൊട്ടടുത്തുള്ള കസേരയിലായിരുന്നിട്ട് പോലും വളരെ അകൽച്ച തോന്നുന്ന ശരീരഭാഷയിൽ തന്നെയായിരുന്നു ഇരുവരും. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയെ കടന്നു പോകുമ്പോഴും ഗവർണർ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് നോക്കിയില്ല. മുഖ്യമന്ത്രിയും ഗവർണർക്ക് മുഖം കൊടുക്കുന്ന ഒരു സമീപനം എടുത്തിരുന്നില്ല. ഇരുവരും സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകൾ രൂക്ഷമായിരിക്കുന്ന ഈ അവസരത്തിൽ ഗവർണർ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞതും ആ വേദി വിടുകയായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുഖ്യമന്ത്രി ആദ്യം തന്നെ വേദി വിട്ടു. സാധാരണഗതിയിൽ ചായ സൽക്കാരത്തിൽ പോയി അവിടെ പങ്കെടുത്ത ശേഷം മടങ്ങുന്നതാണ് രീതി. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടായില്ല. നമുക്കറിയാം, കഴിഞ്ഞ വർഷമെല്ലാം ഈ സജി ചെറിയാന്റെ രാജിയുമായി ബന്ധപ്പെട്ട സജി ചെറിയാൻ രാജിവെച്ച ശേഷം പിന്നീട് അദ്ദേഹത്തെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയപ്പോൾ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സജി ചെറിയാനെ സജി ചെറിയാനെ ഉൾപ്പെടുത്തുന്നത് അവസാന ദിവസമാണ് രാജ്ഭവൻ ഗവർണർ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷെ അന്ന് വേദിയിൽ ഈ ബന്ധം ഊഷ്മളമാകുന്ന ചില സമീപനങ്ങൾ മുഖ്യമന്ത്രി സർക്കാരിന്റെയും ഗവർണറുടെയും ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായി. കാരണം അന്ന് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറെ ക്ഷണിക്കേണ്ട എന്ന ഒരു നിലപാടുണ്ടായിരുന്നു. അത് പിന്നീട് സർക്കാർ ആ തീരുമാനം മാറ്റിയതോടെയാണ് സത്യപ്രതിജ്ഞയ്ക്ക് കളമൊരുങ്ങിയത്. അതിനുശേഷം അന്നത്തെ വേദിയിൽ ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് സജി ചെറിയാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേദിയിൽ
മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. ആ സംഭാഷണം എന്തായിരിക്കുമെന്ന് എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ടായിരുന്നു. അതായത് കാശ്മീരിൽ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഗവർണർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. അന്ന് ഗവർണർ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് കശ്മീരിൽ നിന്ന് താൻ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, മധുരപലഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, 2 ദിവസത്തിനകം തന്നെ അത് രാജ്ഭവനിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് എത്തിക്കും എന്നതായിരുന്നു. അതായത് മഞ്ഞുരുകുന്ന ബന്ധം ഊഷ്മളമാക്കുന്ന ഒരു പ്രവർത്തികൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അത് അന്ന് ദൃശ്യങ്ങളിലൂടെയെല്ലാം നമ്മൾ തന്നെ അത് കാണിച്ചിരുന്നതാണ്. പക്ഷേ ഇന്ന് കെ.ബി. ഗണേഷ് കുമാറും രാമേന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ഈ അവസരത്തിൽ രാജ്ഭവൻ സർക്കാർ ബന്ധം ഒട്ടും ഊഷ്മളമല്ല, മാത്രമല്ല അകൽച്ച കൂടുതൽ പ്രകടമായിരിക്കുകയും ചെയ്യുന്നു. സത്യപ്രതിജ്ഞാ വേദിയിൽ അത് വളരെ പ്രകടമായിരിക്കുന്നു. അതിനുശേഷം നടക്കുന്ന ഹൈറ്റിയിൽ ഈ മുഖ്യമന്ത്രി പങ്കെടുക്കാതെ ബഹിഷ്കരിച്ചതോടെ തന്നെ സ്വാഭാവികമായും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഭിന്നത, ഒരു അകൽച്ച അത് കൂടുതൽ രൂക്ഷമാകുന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. എന്തായാലും ഗവർണർക്കെതിരായ പ്രതിഷേധങ്ങൾ ഒരു വശത്ത് SFI എല്ലാം തുടരാൻ തന്നെ തീരുമാനത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ കണ്ടതാണ്. തിരിച്ച് അദ്ദേഹം മുംബൈക്ക് നിന്ന് മടങ്ങുമ്പോഴും സമാനമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ഏതായാലും ഭരണഘടനാപരമായ ചുമതലയാണ് ഗവർണർ ഇന്ന് നിർവഹിച്ചിട്ടുള്ളത്. അതിലൊരു തടസ്സവും ഉണ്ടാക്കില്ല എന്നത് രാജ്ഭവൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കാരണം ഒരു മന്ത്രിസഭയിൽ ഒഴിവ് വന്നാൽ പുതിയ മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ഒരുക്കുക എന്നത്, അതിനുള്ള നടപടിക്രമങ്ങളും അത് നടപ്പാക്കുകയും ചെയ്തിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് സർക്കാരുമായുള്ള ബന്ധത്തിൽ യാതൊരു വിധത്തിലുള്ള സൗഹൃദ മനോഭാവവും ഇല്ല. ആ അകൽച്ച അതിശക്തമായി തന്നെ അതിരൂക്ഷമായി തന്നെ തുടരുന്നു എന്നതിൻ്റെ സൂചനയല്ല വളരെ പ്രകടമായി തന്നെയാണ് ഇന്നത്തെ ഈ വേദിയിൽ മുഖ്യമന്ത്രിയും ഗവർണറും അത്തരം സമീപനത്തോടെ തന്നെയാണ് ഇരുന്നത്. രണ്ടുപേരും മിണ്ടാതെയും ഒരക്ഷരം ഉരിയാടാതെയും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉടനീളം 7 മിനിറ്റ് മാത്രമാണ് നീണ്ടതെങ്കിലും രണ്ടുപേരും തൊട്ടടുത്തിരുന്ന് അവർക്ക് സൗഹൃദ സംഭാഷണത്തിനെല്ലാം ഉള്ള വേദി മുൻകാലങ്ങളിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളതുമാണ്. അതൊന്നും തന്നെ ഉണ്ടായില്ല. ഏതായാലും സർക്കാർ ഗവർണർ ബന്ധം അതിരൂക്ഷമായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ സംഭവങ്ങളാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ വേദിയിൽ കണ്ട കാഴ്ചകൾക്കപ്പുറത്തേക്ക് ഈ ചായ സൽക്കാരത്തിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതോടെ ഈ ബന്ധം കൂടുതൽ ഗുരുതരമായി മാറിയിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ചില മന്ത്രിമാർ ഈ ഹൈറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട്. എത്ര പേർ പങ്കെടുത്തു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി നമുക്ക് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഗവർണർ ആ വേദിയിൽ ഉണ്ട്. മന്ത്രിമാർക്കായി, മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കായി ആണ് ഈ ചായ സൽക്കാരം ഒരുക്കിയത്. ആ ചടങ്ങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി പ്രശാന്ത്.